അലൈക്കും വറഹ്മത്തുള്ള. യാത്ര പുറപ്പെടുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ടോ? ഇത് സംബന്ധമായ ചില ഹദീസുകൾ കാണാവുന്നതാണ്. ഉദാഹരണമായി ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിൻ്റെ മുസന്നിഫിൽ ഒരു ഹദീസ് പറയുന്നു, മാ ഖലഫ അബ്ദുൻ അലാ അഹ്ലിഹി അഫ്ളല മിൻ റകഅതൈൻ യർകഉഹുമാ ഇൻദഹും ഹീന യുരീദു സഫറ. ഒരാളും തൻ്റെ വീട്ടുകാർക്ക് അവനൊരു യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോൾ 2 റക്അത്തിനേക്കാൾ കൂടുതൽ മിച്ചമായ ഒന്നും തന്നെ ബാക്കി വെക്കുന്നില്ല എന്ന് പറയുന്ന ഹദീസ്. ഈ ഹദീസിൻ്റെ വെളിച്ചത്തിൽ യാത്ര പുറപ്പെടുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ് എന്ന് വിശദീകരിച്ചതായി കാണാം. എന്നാൽ ഈ ഹദീസിൻ്റെ നിജസ്ഥിതിയെ പറ്റി പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നു, വഹദൽ ഹദീസ് ലഈഫുൻ ലിഇർസാലിഹി വഖദ് ളഅഫഹു ശൈഖ് അൽബാനി റഹിമഹുല്ലാഹ് ഫി ളഈഫ. ഈ ഹദീസിന് ദുർബലതയുണ്ടെന്ന് ഷെയ്ഖ് അൽബാനിയെ പോലുള്ള പണ്ഡിതന്മാർ വ്യക്തമാക്കിയതായി കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളും യാത്ര പുറപ്പെടുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്തുണ്ടോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. വജഅ ഫിൽ മൗസൂഅ അൽ ഫിഖ്ഹിയ്യ യുസ്തഹബ്ബു ലിശ്ശഖ്സി ഇൻദ ഇറാദതി അൽ ഖുറൂജ് അൻ യുസല്ലി റക്അതൈൻ ലിമാ റവى അനസ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മസ്തഖലഫ അബ്ദുൻ في أهله من خليفة أحب إلى الله تعالى من 4 ركعات يصليهن في بيته إذا شد عليه ثياب سفره. 4 റക്അത്ത് നിസ്കരിക്കുന്നതിനെ സംബന്ധിച്ചാണ് യാത്ര പുറപ്പെടുമ്പോൾ 4 റക്അത്ത് നിസ്കരിക്കൽ സുന്നത്താണ് എന്നുള്ള രീതിയിലുള്ള ഹദീസ്. പക്ഷേ ഈ ഹദീസിനെ കുറിച്ചും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു, വഹാദൽ ഹദീസ് ലഈഫുൻ അയ്ള ലഅഫഹു അൽ ഇറാഖി ഫി തഖ്രീജുൽ ഇഹ്യാ. തഖ്രീജുൽ ഇഹ്യാ എന്നുള്ള ഗ്രന്ഥത്തിൽ ഇറാഖി ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസ് ഷെയ്ഖ് അൽബാനിയെ പോലുള്ളവർ സഹീഹാക്കി പറഞ്ഞ ഒരു ഹദീസുണ്ട് യാത്ര പുറപ്പെടുമ്പോൾ 2 റക്അത്ത് നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച്. എന്നാൽ അതിന് പ്രസ്തുത ഹദീസിന് 3 ന്യൂനതകളുണ്ടെന്നും ഷെയ്ഖ് സ്വാലിഹ് അൽ മുൻജിദിനെ പോലുള്ളവർ വ്യക്തമാക്കുന്നു. وما أضع في الأحاديث الواردة في شأن هذه الصلاة إلا أن كثيرا من العلماء قالوا بمشروعيتها ولعل سبب ذلك تعدد الأحاديث الواردة فيها مع ورود ذلك أيضا عن بعض الصحابة رضي الله عنهم. ഹദീസുകൾ ദുർബലമാണെങ്കിലും ചില പണ്ഡിതന്മാർ ഇത് മതപരമാണ് എന്ന് പറഞ്ഞതായി കാണാം. ഈ വിഷയത്തിൽ നിരവധി ഹദീസുകൾ വന്നതായിരിക്കാം ഇതിന് കാരണമെന്നും പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ സ്വഹീഹായ ഹദീസിൽ ഇത് സംബന്ധമായ സൂചനകൾ കാണുന്നില്ല എന്നുള്ള വിശദീകരണവും ചേർത്ത് വായിക്കേണ്ടതാണ്.